പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശാരീരിക അവശതകളെ തുടർന്ന് ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ആലപ്പുഴ മങ്കൊമ്പ് സ്വദേശിയായ ഗോപാലകൃഷ്ണൻ മലയാളത്തിൽ പ്രശസ്തമായ നിരവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ആശാപ്രവർത്തകരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം അവസാനിച്ചു. മണിക്കൂറുകൾ നീണ്ട സമരത്തിനിടയിൽ 8ഓളം പേരെ ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നാലെ പെയ്ത കനത്ത മഴയിലും ആശമാർ സമരം തുടർന്നു. എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റ് മുന്നിലെ രാപ്പകൽ സമരം തുടരും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ആശമാർ 3ാം ഘട്ട സമരം പ്രഖ്യാപിച്ചു. ഈ മാസം 20 മുതൽ നിരാഹാര സമരം ഇരിക്കുമെന്നാണ് പ്രഖ്യാപനം. ആവശ്യങ്ങൾ സർക്കാർ അവഗണിക്കുന്നതിനെതിരെയാണ് നിരാഹാരം. ആദ്യഘട്ടത്തിൽ 3 ആശാവർക്കർമാർ നിരാഹാര സമരമിരിക്കും. ആശാവർക്കർമാരുടെ സമരം തീർക്കാൻ മുഖ്യമന്ത്രിയാണ് മുൻകൈയെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു. സമരം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്നതല്ല എന്നും മുതലാളിത്ത വർഗീയ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രിക്ക് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സമരം വിജയിക്കാൻ പാടില്ല എന്ന വാശിയാണ് സംസ്ഥാന സർക്കാരിനെന്നും സമരം ചെയ്യുന്ന സ്ത്രീകളോടാണോ സർക്കാരിൻ്റെ യുദ്ധപ്രഖ്യാപനമെന്നും വി ഡി സതീശൻ. ആശമാരോടുള്ള അവഗണന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം അതിരൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല. ആശമാർക്ക് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയുണ്ട്. ആശമാരുടെ വേദന മനസ്സിലാക്കി ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ മര്യാദ മുഖ്യമന്ത്രി കാണിക്കുന്നില്ല എന്നും രമേശ് ചെന്നിത്തല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിൻ്റേതാണ് ഉത്തരവ്. വിധി വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിൽ. പാതിവില തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടുകൾ മുഖ്യപ്രതിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എന്നെ ഒന്ന് തട്ടിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിക്കുന്ന അവസ്ഥ ആണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നും പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് ഇഷ്ടം പോലെ പരോൾ കിട്ടുന്നത് നിയമസഭയിൽ ഉന്നയിച്ച് MLA KK രമ. പ്രതികൾക്ക് കേസുമായി ബന്ധമില്ല എന്ന് 24 മണിക്കൂറും ആണയിടുമെന്നും ഇഷ്ടംപോലെ പരോളും ജാമ്യവും ലഭിക്കുമെന്നും KK രമ സഭയിൽ പറഞ്ഞു. CPIM പറഞ്ഞത് നിറവേറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ പരോൾ കൊടുത്ത പ്രതികളെ സംരക്ഷിക്കുന്നതെന്നും KK രമ. സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ പ്രഖ്യാപിച്ച സിനിമാ സമരം ഒത്തുതീർപ്പിലേക്ക്. മന്ത്രി സജി ചെറിയാനും ഫിലിം ചേംബർ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലാണ് സമരം ഒത്തുതീർപ്പായത്. ഫിലിം ചേംബർ ഭാരവാഹികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. 2 ആഴ്ചയ്ക്കകം വിശദമായ മാർഗനിർദ്ദേശം തയ്യാറാക്കും. എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. പിടിയിലായ മുഖ്യപ്രതി കൊല്ലം സ്വദേശി അനുരാജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായി എന്ന് പോലീസ് കണ്ടെത്തിയതായി പറയുന്നു. വിൽപ്പനയ്ക്കായി അനുരാജ് വാങ്ങിയത് 4 കിലോ കഞ്ചാവാണ് എന്നും പോലീസിന് മൊഴി നൽകി. കഞ്ചാവ് വാങ്ങുന്നതിന് 16,000 രൂപ ഗൂഗിൾ പേ വഴിയും ബാക്കി തുക നേരിട്ടും കൈമാറിയെന്നും പോലീസ്. ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ലഹരിക്ക് അടിമപ്പെടുന്നവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് മാറ്റുമെന്നും ഈ വിഷയം അതീവ ഗൗരവമാണ് എന്നും മുഖ്യമന്ത്രി. ലഹരി വ്യാപനം തടയുന്നതിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി. കുട്ടികളെ ലഹരി പോലുള്ള മറ്റ് ഭീകര മേഖലയിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. തൃശൂർ നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാകുന്നത് മലയാളികളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പണമുണ്ടാക്കാനുള്ള അമിതമായ ആഗ്രഹമാണ് തട്ടിപ്പുകാർക്ക് കേരളത്തിൽ വളമാകുന്നതെന്നും സതീശൻ. ജഡ്ജിമാരും തട്ടിപ്പിനിരയാകുന്നുണ്ടെന്നും സ്പീക്കറും നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വേനൽ മഴയിൽ കനത്ത നാശനഷ്ടം. കോഴിക്കോട് കുമ്പാറയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം വാണിയമ്പലം LP സ്കൂളിൽ മേൽക്കൂരയുടെ സീലിംഗ് തകർന്നു വീണു. നിലമ്പൂർ GUP സ്കൂളിന്റെ നിർമ്മാണത്തിലിരുന്ന മതിൽ തകർന്നു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു. മലയോര മേഖലയിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ്.
ശക്തമായ കാറ്റിലും മഴയിലും മലപ്പുറം കല്ലൂർമ കിഴക്കുമുറി റോഡിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ചക്കരാട്ട് സ്വദേശി മോഹനന്റെ ഉടമസ്ഥതയിലുള്ള വീടിന് മുകളിലേക്കാണ് മരം പതിച്ചത്. വൈദ്യുതി ലൈനും പോസ്റ്റും തകർന്നതോടെ പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലായി. തൃശൂർ കൊരട്ടി ചിറങ്ങരയിൽ ജനവാസ മേഖലയിൽ വളർത്തുനായെ പിടിച്ചത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് വനം വകുപ്പ്. പുലിയെ പിടിക്കാൻ കെണി വെക്കാനും തീരുമാനിച്ചു. 2 ദിവസം മുമ്പാണ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് പുലിയെ കണ്ടത്. പ്രദേശത്ത് 4 ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ കൊരട്ടി പഞ്ചായത്ത് തലത്തിൽ ചേർന്ന യോഗമാണ് തീരുമാനിച്ചത്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ആന എഴുന്നള്ളത്ത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് സുപ്രീം കോടതി. ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് പൂർണ്ണമായി തടയാനുള്ള നീക്കമാണ് എന്ന് വിമർശനവും ഉന്നയിച്ചു. കാട്ടാനകളുടെ സർവേ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശം നൽകി. ഇടുക്കി ഗ്രാമ്പിയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തു. കടുവ ചത്തത് തേക്കടിയിലെ പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് മാറ്റുന്നതിനിടയിൽ ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കടുവയ്ക്ക് നേരെ 3 തവണ വെടിവെച്ചുവെന്ന് DF. കൊച്ചിയിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച് പണം തട്ടിയ കേസിൽ പ്രതി പിടിയിൽ. തൃശൂർ വെളുത്തൂർ സ്വദേശി മാത്യൂസിനെയാണ് ആലുവ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ണൂർ ഇരിട്ടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മലപ്പുറത്ത് രാസലഹരി നൽകി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് വേങ്ങര ചേറൂർ സ്വദേശി അബ്ദുൽ ഗഫൂർ. 2020-ൽ +1 വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം 2025 വരെ നീണ്ടു. നഗ്നദൃശ്യം പകർത്തി സ്വർണ്ണാഭരണവും തട്ടി പെൺകുട്ടി നേരിട്ടത് കൊടിയ പീഡനമെന്ന് പോലീസ്. പാലക്കാട് നെന്മാറയിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി കണ്ണൻ ആണ് മരിച്ചത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ കണ്ണൻ നെന്മാറയിൽ ജോലിക്ക് പോയതായിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം കുളത്തിൽ നീന്തുന്നതിനിടയിലാണ് അപകടം. തിരുവനന്തപുരം പ്ലാമൂട്ടുകടയിൽ ഒരാൾ വെന്തു മരിച്ചു. റിട്ടയേർഡ് SI മുരളീധരൻ നായരാണ് മരിച്ചത്. വീടിന് സമീപം ഒരേയിടത്തിൽ ചവറുകൾ കൂട്ടിയിട്ട് തീയിട്ടപ്പോൾ തീ ശരീരത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. നാട്ടുകാരും അഗ്നിശമന സേനയും എത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവതിയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. അസം സ്വദേശിനി ബാലെ ടുട്ടു ആണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് അസം സ്വദേശികളായ ഭർത്താവ് ഷെനിച്ചാർ, സുഹൃത്ത് ദീപക് എന്നിവരെ നെടുങ്കണ്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തു. എറണാകുളം കാക്കനാട്ട് പൊതുപ്രവർത്തകന് നേരെ ആക്രമണം. പുതിയൂർ സ്വദേശി ബാബു ആന്റണിക്കാണ് പരിക്കേറ്റത്. ദേവാലയത്തിൽ പോയി മടങ്ങി വരികയായിരുന്ന ബാബുവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ തുതിയൂർ സ്വദേശിയായ മനോജ് ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ബാബു ആന്റണിയെ കാക്കനാട് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ മനോജിനെ തൃക്കാക്കര പോലീസ് പിടികൂടി. ഇടുക്കി പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. സർക്കാർ ആശുപത്രിയിൽ നിന്ന് 45-ാം ദിവസത്തെ വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് കുട്ടിയുടെ മാതാവ് മൂന്നാർ DYSPക്ക് പരാതി നൽകി. കൊച്ചി പെരുമ്പാവൂരിൽ 4 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം ആലുമൂട് സ്വദേശി റഷീദിനെയാണ് ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും നെടുമ്പാശ്ശേരി പോലീസും ചേർന്ന് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ ആയത്തോട് നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലത്ത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശികളായ സദാം നൌദാഫി, മുസ്തഫ നന്ദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമേനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി കട നടത്തി വരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മംഗലുരുവിൽ തോക്കും വെടിയുണ്ടകളുമായി യുവാവ് അറസ്റ്റിൽ. മഞ്ചേശ്വരം കടമ്പാർ സ്വദേശി അബ്ദുൽ ഫൈസലാണ് അറസ്റ്റിലായത്. ദിവസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ കാസർഗോഡ് സ്വദേശികളായ 4 പേരെ മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നാണ് ഫൈസലിനെ കുറിച്ച് വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. യുവാവിനെയും കൂട്ടുകാരനെയും വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് 17 വർഷം തടവ്. തൃശൂർ മണത്തല സ്വദേശി അനീഷിനാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി കഠിന തടവും 55,000 രൂപ പിഴയും വിധിച്ചത്. 2009-ലാണ് കേസിനാസ്പദമായ സംഭവം.
അനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം നൌഫലിനെയും കൂട്ടുകാരനായ ജാഫറിനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തൃശൂർ വലപ്പാട് ഓട്ടോ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലെ പ്രതി റിമാൻഡിൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അഴീക്കോട് സ്വദേശി അംജദിനെ നാട്ടിക സ്വദേശി അഖിൽ ആക്രമിച്ചത്. സവാരി വന്നതിൻ്റെ വാടക ചോദിച്ചതിന് അംജദിൻ്റെ മുഖത്തിടിക്കുകയും കരിങ്കല്ല് കഷ്ണം കൊണ്ട് തലയിൽ ഇടിക്കുകയുമായിരുന്നു. ഈ കേസിലെ പ്രതിയാണ് പിടിയിലായത്. തൃശൂർ കൊടകരയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ ഗുണ്ട പിടിയിലായി. കാട്ടൂർ സ്വദേശി പ്രണവാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രണവിനെ റിമാൻഡ് ചെയ്തു. ഇടുക്കി രാജകുമാരി വില്ലേജ് ഓഫീസിന് സമീപം വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് സാമൂഹ്യ വിരുദ്ധർ തീയിടാൻ ശ്രമിച്ചതായി പരാതി. രാജകുമാരിയിലെ വ്യാപാരിയായ കൊല്ലാർമാലി ജോയിയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കാണ് തീയിടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ ജോയി രാജാക്കാട് പോലീസിൽ പരാതി നൽകി. മലപ്പുറം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ഉടൻ തന്നെ അടിപ്പാതയോ മറ്റ് പോംവഴിയോ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് വി.കെ. ശ്രീകണ്ഠൻ എം.പി. അടുത്ത ബജറ്റ് ചർച്ചയിൽ പ്രധാനമായും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഉന്നയിക്കുമെന്നും എം.പി. റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി ജിനീഷിന്റെ വീട് എന്ന സ്വപ്നത്തിന് യൂണിയൻ പ്രവർത്തകർ തടയിടുന്നതായി പരാതി. ചുമട്ട് തൊഴിലാളികൾ നോക്കുകൂലി ഉൾപ്പെടെ ആവശ്യപ്പെട്ടതോടെയാണ് വീട് നിർമ്മാണം പ്രതിസന്ധിയിലായത്. മുതിർന്ന നേതാക്കൾ യൂണിയൻകാർക്ക് പിന്തുണയുമായി എത്തിയതോടെ പോലീസും മൗനത്തിലായി എന്ന് ജിനീഷ് പറയുന്നു. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വനപാലകർ കർഷകന്റെ വീട് കത്തിച്ച ശേഷം വീട്ടുപകരണങ്ങളടക്കം വിറ്റതായി പരാതി. പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീടാണ് വനപാലകർ കത്തിച്ചത്. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രതിരോധം, സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയും ന്യൂസിലൻഡും ധാരണയായി. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ന്യൂസിലൻഡിൽ ശക്തമാകുന്നതിൽ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സോണിനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചു. സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ആരംഭിക്കാനും തീരുമാനമായി. സ്വർണ്ണക്കടത്തിന് പിടിയിലായ നടി രഞ്യ റാവുവിന് 2 മന്ത്രിമാരുമായി ബന്ധമുണ്ട് എന്ന് മുതിർന്ന BJP നേതാവും MLA-യുമായ ബസനഗൌഡ പാട്ടീൽ. മന്ത്രിമാരുടെ പേരുകൾ നിയമസഭയിൽ വെളിപ്പെടുത്തും എന്നും MLA വ്യക്തമാക്കി. നടിയുടെ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും രഞ്യയ്ക്ക് വിമാനത്താവളത്തിൽ സുരക്ഷാ ഇളവും മന്ത്രിമാരുടെ സഹായവും കിട്ടിയെന്നാണ് വിവരമെന്നും BJP MLA ചൂണ്ടിക്കാട്ടി. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ആശങ്കയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുൾസി ഗബാർഡ്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ പീഡനങ്ങളെക്കുറിച്ച് പ്രതികരിക്കവെയാണ് ഇന്ത്യ സന്ദർശിക്കുന്ന തുൾസി ഗബാർഡിന്റെ പ്രതികരണം. ആഗോളതലത്തിൽ ഇസ്ലാമിക ഭീകരതയെ പരാജയപ്പെടുത്തുന്നതിൽ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തുൾസി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡ് പാർലമെന്ററി കാര്യമന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജി സമർപ്പിച്ചു. ഫെബ്രുവരിയിലെ സംസ്ഥാന നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ നടത്തിയ പരാമർശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെ തുടർന്നാണ് രാജി. സംസ്ഥാനത്തെ മലയോര ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് ആഴ്ചകൾക്ക് മുമ്പ് പ്രേംചന്ദ് അഗർവാൾ നടത്തിയത്. ഇതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൊച്ചി ഓഫീസിലെ വനിതാ ദിനാഘോഷം UAPA കേസ് പ്രതി KK ഷാഹിന ഉദ്ഘാടനം ചെയ്തതിൽ അന്വേഷണവുമായി കേന്ദ്ര ഇന്റലിജൻസ്. ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതികളെ സഹായിച്ചതിന് UAPA ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണ നേരിടുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായ ഷാഹിന. ജാർഖണ്ഡിൽ 3 മക്കളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ജീവനൊടുക്കി. ജാർഖണ്ഡിലെ ഗിരിജ് ജില്ലയിലാണ് സംഭവം. അഫ്രീൻ പർവീൻ, സൈബ നാസ്, നഫാൽ അൻസാരി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. പിതാവ് സനൌൾ അൻസാരിയാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തത്. വീട്ടിൽ ആളനക്കമില്ലാത്തത് ശ്രദ്ധിച്ച അയൽവാസികൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നിലെ കാരണമെന്ത് എന്ന് വ്യക്തമല്ല. അമേരിക്കയിൽ പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിൽ 73കാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ. സ്ത്രീയെ ആക്രമിച്ച നായ്ക്കളുടെ ശരീരത്തിൽ ഉയർന്ന അളവിൽ കൊക്കൈൻ്റെ സാന്നിധ്യം കണ്ടെത്തി. 2024 ഒക്ടോബറിലാണ് 73കാരിയായ ജോവാൻ എച്ചൽബോർ അയൽവാസികൾ വളർത്തുന്ന പിറ്റ്ബുൾ നായകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മധ്യ അമേരിക്കയിൽ കനത്ത നാശം വിതച്ച ചുഴലിക്കാറ്റിൽ മരണസംഖ്യ ഉയരുന്നു. 7 സംസ്ഥാനങ്ങളിലായി 37 പേർ മരിച്ചു.
മരണസംഖ്യ ഉയരുമെന്നാണ് വിലയിരുത്തൽ. വെള്ളിയാഴ്ച മുതൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കരോലിന, ജോർജിയ, ഫ്ലോറിഡ, മിസോറി, അലബാമ, അർക്കൻസാസ് എന്നീ സംസ്ഥാനങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് അസുഖത്തിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ആശുപത്രിവാസത്തിനിടെയുള്ള ആദ്യ ചിത്രം പുറത്തുവിട്ട് വത്തിക്കാൻ. ജമേലി ആശുപത്രിയിലെ ചാപ്പലിലെ അൾത്താരയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മാർപ്പാപ്പയുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. ആരോഗ്യനിലയിൽ പ്രകടമായ പുരോഗതിയുണ്ടെന്നും പുതിയ പരിശോധനാ ഫലങ്ങളിൽ ശ്വാസകോശങ്ങൾ രോഗമുക്തമാകുന്നത് വ്യക്തമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി മാറി ഖത്തർ. ഓൺലൈൻ ഡാറ്റാബേസ് സ്ഥാപനമായ നംബിയോ തയ്യാറാക്കിയ പുതിയ റിപ്പോർട്ടിലാണ് സുരക്ഷിത രാജ്യങ്ങളിൽ ഖത്തർ മുന്നിലെത്തിയത്. പട്ടികയിൽ 2ാം സ്ഥാനത്ത് UAEയും 3ാം സ്ഥാനത്ത് തായ്വാനുമാണ്. കുറ്റകൃത്യങ്ങളുടെ തോതനുസരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ തോതാണ് ഖത്തറിലുള്ളത് എന്ന് പഠനം പറയുന്നു. ടാർ ചെയ്ത് നവീകരിച്ച മലപ്പുറം കണ്ടനകം കാലടി റോഡ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KG ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 13 ലക്ഷം രൂപ ചെലവിട്ടാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന മേഖലയിൽ തകർന്നു കിടന്നിരുന്ന റോഡ് നവീകരിച്ചത്. തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ബ്രഹ്മകുളം മണ്ണുമ്മൽ റോഡ് നിർമ്മാണം പൂർത്തിയായി. നാട്ടുകാർക്ക് റോഡ് തുറന്നു. 200 മീറ്റർ നീളമുള്ള റോഡിന് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്ന് 9.6 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ഇടുക്കി മൂന്നാറിൽ നവീകരണത്തിനായി അടച്ച റോഡ് സ്വകാര്യ ഗ്യാസ് ഏജൻസി തുറന്ന് വാഹനം കയറ്റിയതിൽ പ്രതിഷേധം. കോൺക്രീറ്റ് ചെയ്ത റോഡ് ഉറയ്ക്കുന്നതിന് മുൻപ് വാഹനം കയറ്റിയതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. വാഹനം കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ നഷ്ടം നൽകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വകാര്യ ഗ്യാസ് ഏജൻസിയെ അറിയിച്ചു. കോഴിക്കോട് ചേളന്നൂരിൽ കളഞ്ഞു കിട്ടിയ പേഴ്സ് യുവാവ് തിരിച്ചു നൽകി. പാലത്ത് സ്വദേശി രവീന്ദ്രനാണ് റോഡരികിൽ നിന്ന് 12,000 രൂപ അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകിയത്. ഉടമസ്ഥന്റെ വിവരങ്ങൾ പേഴ്സിൽ നിന്ന് ലഭിക്കാത്തതിനാൽ പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. കൊല്ലം ഇടക്കിടത്ത് സർവശിക്ഷ കേരളം നടപ്പാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം ഇടക്കിടം LP സ്കൂളിൽ ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കുട്ടികളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് വളർത്തി പഠനത്തോടൊപ്പം പുതിയ ആശയങ്ങൾ വളർത്താനും കുട്ടികൾ തമ്മിലെ ഇടപെടൽ വർദ്ധിപ്പിക്കാനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രി. പാലക്കാട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. 3 നിലകളിലായി 15 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം കഞ്ഞിപ്പുരയിൽ ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം നടത്തി. നാടിനെ കാറും തിന്നുന്ന ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ജനകീയ സമിതി തീരുമാനിച്ചു. 100ഓളം പേർ പങ്കെടുത്ത യോഗത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ലഹരി മാഫിയയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും തീരുമാനിച്ചു. മഹല്ല് ഖത്തീബ് അൻസാർ ബാക്കവി യോഗം ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കുറ്റിപ്പുറത്ത് ലഹരിക്കെതിരെ പ്രതിരോധ ജ്വാല. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരെ നമുക്ക് ഉണർന്നിരിക്കാം എന്ന പ്രതിരോധ ജ്വാല സംഘടിപ്പിച്ചത്. KT ജലീൽ MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുക്കം കല്ലുരുട്ടി യുവശക്തി വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൂട്ടയോട്ടവും ലഹരി വിരുദ്ധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. മുക്കം നഗരസഭാ കൗൺസിലർ നൌഫൽ മല്ലശ്ശേരി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. വായനശാല പ്രവർത്തകൻ ഫിനു VM പതാക ഏറ്റുവാങ്ങി. ലഹരി വിരുദ്ധ കൂട്ടായ്മ കല്ലുരുട്ടി ഡിവിഷൻ കൗൺസിലർ വേണു കല്ലുരുട്ടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ചേളന്നൂർ കോൺഗ്രസ് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയാത്ത ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജാഥ സമാപിച്ചത്. മുസ്ലിം യുവജന സംഘടനയായ ISM ലഹരിക്കെതിരെ 100 കേന്ദ്രങ്ങളിൽ യുവജന ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിക്കും. ISM സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സംവാദവും ഇഫ്താർ സംഗമവും കോഴിക്കോട്ട് നടന്നു. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ ദീപജ്വാല സംഘടിപ്പിച്ചു.
രാസലഹരിക്കെതിരെ സമൂഹം ശക്തമായി ശബ്ദമുയർത്തി പ്രതികരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പരിപാടി. മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ദീപജ്വാല ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കീഴ്പ്പിള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ മനുഷ്യച്ചങ്ങലയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ DYSP VK രാജു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചേലക്കരയിൽ അംഗനവാടി വർക്കർമാരുടെ നിയമനത്തിൽ അർഹതയുള്ള ആളുകളെ മാറ്റി നിർത്തി ഇന്റർവ്യൂ രാഷ്ട്രീയവൽക്കരിച്ചു എന്നാരോപിച്ച് പഞ്ചായത്തിനെതിരെ മാർച്ചും ധർണയും നടത്തി. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചും പ്രകടനവും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി ക്ഷേമ സമിതി തൃശൂർ മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വളാഞ്ചേരിയിൽ ഇൻഫിനിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സ്നേഹസംഗമവും നോമ്പുതുറയും സംഘടിപ്പിച്ചു. വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളും കുടുംബാംഗങ്ങളും അടക്കം വളാഞ്ചേരി പരിസരത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു. ഇടുക്കി അടിമാലി ടൗണിലെ ഓടകളിൽ പലതിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി നാട്ടുകാർ. വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കമുള്ളവ നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂരിൽ വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായ മെഗാ ജോബ് ഫെയർ പോസ്റ്റർ പ്രകാശനം നടന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും KDISCിൻ്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഏപ്രിൽ 26 നടക്കാനിരിക്കുന്ന മെഗാ ജോബ് ഫെയർ പ്രചാരണ ക്യാമ്പയിന് തുടക്കമിട്ടാണ് പോസ്റ്റർ. തൃശൂരിൽ CPI അരിമ്പൂർ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. കിസാൻ സഭ ജില്ലാ സെക്രട്ടറി KK രാജേന്ദ്രബാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ മുല്ലശ്ശേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അവാർഡ് ജേതാക്കൾക്ക് അനുമോദനം നൽകി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി 4 തവണ നേടിയ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, മഹാത്മാ അവാർഡ് കരസ്ഥമാക്കിയ വെങ്കിടങ്ങ് പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ എന്നിവർക്കാണ് അനുമോദനം നൽകിയത്. CPIM കുറ്റിച്ചൽ മേഖലാ ജനറൽ ബോഡി തിരുവനന്തപുരം കുറ്റിച്ചൽ RK ഓഡിറ്റോറിയത്തിൽ നടന്നു. കാട്ടാക്കട ഏരിയ സെക്രട്ടറി ഗിരി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അഭിലാഷ് സ്വാഗതം. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് തൃശൂർ മണലൂർ സഹകരണ ആശുപത്രിയും ഓർഫ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഓർഫ ID കാർഡ് വിതരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള മരുന്ന് വിതരണവും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ നിർവഹിച്ചു. തൃശൂർ എളവള്ളിയെ തരിശുരഹിത ഗ്രാമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജനപ്രതിനിധികളും തൊഴിലുറപ്പ് തൊഴിലാളികളും സർവീസ് സഹകരണ ബാങ്കുകളും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മണലൂർ MLA മുരളി പെരുന്നല്ലിയുടെ നേതൃത്വത്തിലാണ് പദ്ധതിയുടെ മോണിറ്ററിംഗ്. തൃശൂർ അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി. ഇതിനു പുറമെ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഹൈടെക് ക്ലാസ് മുറി പണിയുന്നതിന് 10 ലക്ഷം രൂപയും അനുവദിച്ചു. തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് LP സ്കൂളിൽ ശതപൂർണിമ 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ പ്രീ പ്രൈമറി ക്ലാസ് റൂം ശിലാസ്ഥാപനവും ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതിയും സംഘടിപ്പിച്ചു. അരുവിക്കര MLA G സ്റ്റീഫൻ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടിയ ആര്യനാട് പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു.